നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ നോക്കാം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശമാർ മൂന്നാം ഘട്ട സമരം പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്ന 3 മുൻനിര നേതാക്കൾ ഈ മാസം 20 മുതൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരമിരിക്കും. അതിനിടെ ആശമാർക്ക് മുന്നിൽ വഴങ്ങിയ സർക്കാർ ഓണറേറിയം ലഭിക്കുന്നതിനുള്ള 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറക്കി. അതേസമയം സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ച് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഉപരോധ സമരത്തിനിടെ കുഴഞ്ഞു വീണ ആശാവർക്കർമാർ 8 ആശമാർ കുഴഞ്ഞു വീണു. ഇവരെ ആശുപത്രിയിലേക്കും മാറ്റി. ആശാവർക്കർമാരെ സ്ഥിരം തൊഴിലാളിമാരായി സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാനാകില്ലെന്ന് മന്ത്രി വീണ ജോർജ്. നിയമസഭയിലെ ചോദ്യത്തിനാണ് ആരോഗ്യമന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടി. ആശാ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തരുതെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥിരം തൊഴിലാളിയായുള്ള നിയമനം തീരുമാനിക്കേണ്ടത് കേന്ദ്രമെന്നും വീണ ജോർജ്. ഒരു വിഭാഗം ആശമാർ മാത്രമാണ് സമരം നടത്തുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സർക്കാരുമായി ചർച്ച നടത്തി അംഗീകരിച്ച് പിരിഞ്ഞുപോയവരാണ്. ആശമാർക്കൊപ്പമാണ് LDF-ഉം CPM-ഉം. സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. എല്ലാ ചെലവും വഹിക്കാൻ സർക്കാരിനാകില്ല. കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് ആശമാരെ ബാധിച്ചതെന്നും TP രാമകൃഷ്ണൻ. ആശാവർക്കർമാരുടെ സമരം കൈകാര്യം ചെയ്യുന്നത് SUCI ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയവരെന്ന് MV ഗോവിന്ദൻ. ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതനമാണെന്നത് വസ്തുതയാണ്. കേന്ദ്ര സ്കീമിൽപ്പെട്ട എല്ലാ വിഭാഗത്തിന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കണമെന്നും തന്നെയാണ് അഭിപ്രായം. ചർച്ചകൾക്ക് എപ്പോഴും സർക്കാർ സന്നദ്ധമാണ്. സമരം പൊളിക്കാനല്ല ആശമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചത്. സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പിന്നീട് പരിശീലനത്തിൽ പങ്കെടുക്കാമെന്നും ഗോവിന്ദൻ. ഗാനഗന്ധർവൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം രംഗത്ത്. കാലം ഇത്രയും മാറിയിട്ടും യേശുദാസിനെ പോലെയുള്ള അതുല്യ കലാകാരന് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകാത്തത് കാലത്തിനോടും അദ്ദേഹത്തോടും ചെയ്യുന്ന അനീതിയാണെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം അടുത്ത മാസം നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യമായി ഈ വിഷയം മുന്നോട്ട് വയ്ക്കാനാണ് തീരുമാനം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കി ഹൈക്കോടതി. വഖഫ് ബോർഡും ട്രിബ്യൂണലുമാണ് വിഷയം തീർപ്പാക്കേണ്ടതെന്നും കമ്മീഷന് തർക്കത്തിൽ ഇടപെടാൻ അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും വഖഫ് ട്രിബ്യൂണൽ തീരുമാനത്തെ സ്വാധീനിക്കരുതെന്നും കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടികൾ പാടില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. കമ്മീഷൻ നിയമിച്ചത് വഖഫ് നിയമം കണക്കിലെടുക്കാതെയാണെന്നും കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിൽ സർക്കാരിന് ഹൈക്കോടതി വിമർശനം. കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തു. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ഭൂമിയെന്ന് കണ്ടെത്തിയ വസ്തുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനാവില്ല. വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും കോടതി. ഹൈക്കോടതി വിധിയിൽ സർക്കാരാണ് പ്രതികരിക്കേണ്ടതെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷണറായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കമ്മീഷനെ നിയമിച്ചത് സർക്കാരാണ്. അപ്പീൽ പോകണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കും. സർക്കാരാണ് കോടതിയിൽ ഇതിനെ ന്യായീകരിക്കേണ്ടത്. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കില്ല. ഹർജി വന്നപ്പോൾ തന്നെ തുടർ നടപടികൾ കമ്മീഷൻ നിർത്തിവെച്ചിരുന്നു. പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഗവൺമെന്റാണ്. കമ്മീഷൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. മുനമ്പം വിഷയത്തിൽ സർക്കാർ ചതിച്ചെന്ന് സമരക്കാർ. സർക്കാരിന് നേരിട്ട് പ്രശ്നം പരിഹരിച്ചുകൂടെയെന്നും സമരക്കാരുടെ ചോദ്യം. കമ്മീഷൻ പ്രശ്നം പരിഹരിക്കുമെന്ന് വിശ്വസിച്ചിട്ടില്ലെന്നും ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സമരക്കാർ പറഞ്ഞു. മുനമ്പം കമ്മീഷനെ നിയമിച്ചത് പിണറായിയുടെ മടയത്തരമെന്ന് PC ജോർജ്. മുനമ്പം കമ്മീഷൻ നിയമാനുസൃതമായിരുന്നില്ല. കേന്ദ്ര സർക്കാർ അധികാരത്തിലുള്ളത് പിണറായി മനസ്സിലാക്കണം. മുനമ്പം വിഷയത്തിൽ ആശങ്ക വേണ്ട. മുഴുവൻ കുടുംബങ്ങളുടെയും ആവശ്യം കേന്ദ്രം പരിഹരിക്കും. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നും PC ജോർജ്. ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെ വിമർശിച്ച് PK കുഞ്ഞാലിക്കുട്ടി. സർക്കാർ അവധാനതയോടെ കാര്യങ്ങൾ ചെയ്തില്ല. എല്ലാ സംഘടനകളും മധ്യസ്ഥതയ്ക്ക് സർക്കാരിനെ ചുമതലപ്പെടുത്തിയിരുന്നു. സർക്കാർ അടിയന്തര നടപടിയെടുക്കണം. നടപടികൾ വെച്ച് താമസിപ്പിക്കരുത്. നിയമപരമായി എന്ത് ചെയ്യാനാകുമെന്ന് സർക്കാർ ഉടൻ തീരുമാനിക്കണം. കൂടിയാലോചനകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇടുക്കി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവ ചത്തു. വെടിവെച്ചിട്ടും മയങ്ങാത്ത കടുവ വനപാലക സംഘത്തിന് നേരെ ചാടി വീണതിനെ തുടർന്ന് വീണ്ടും 3 റൗണ്ട് വെടിവെക്കുകയായിരുന്നു. വെറ്ററിനറി ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത്.
പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ കടയുടെ ഗ്ലാസ് തകർത്ത് ഉള്ളിൽ കടന്ന് കാട്ടുപന്നികൾ. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ അമ്മു സ്റ്റോഴ്സിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർത്താണ് കാട്ടുപന്നികൾ കടയ്ക്കുള്ളിൽ കയറിയത്. ഈ സമയം കടയ്ക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. കടയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ പന്നികൾ തകർത്തു. കൊല്ലം കൊട്ടാരക്കരയിൽ 2 വയസ്സുകാരന്റെ മുഖം തെരുവുനായ കടിച്ചുകീറി. അമ്മ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ വീട്ടുമുറ്റത്ത് നിന്ന കുട്ടിയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. ഗുരുതര പരിക്ക് പറ്റിയ കുട്ടി തിരുവനന്തപുരം SITയിൽ ചികിത്സയിലാണ്. മുഖ്യമന്ത്രിയുമായി കേന്ദ്രമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിൽ. എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് ഗവർണറുടെ സാന്നിധ്യത്തിൽ നിർമ്മല സീതാരാമനുമായി നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സലാണ് നടന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ പാലമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. വിമാനത്തിൽ ഒന്നിച്ചു പോകുമ്പോഴാണ് MP-മാർക്ക് നൽകിയ വിരുന്നിലേക്ക് ക്ഷണിച്ചതെന്നും മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു പ്രത്യേക കേസിലെ പ്രതികൾക്ക് മാത്രം പരോൾ നൽകില്ലെന്ന് പറയാനാവില്ലെന്ന് മുഖ്യമന്ത്രി. കോവിഡ് കാലത്ത് 651 ദിവസം വരെ പരോൾ നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. പാതിവില തട്ടിപ്പിൽ 48,384 പേർ ഇരയായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. 231 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജഡ്ജിമാർ പോലും പറ്റിക്കപ്പെടുമെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. നെല്ല് സംഭരണം വിഷയത്തിൽ കഴിഞ്ഞയാഴ്ച തന്നെ ഇടപെട്ടതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. കിഴിവ് സംബന്ധിച്ച് വിഷയത്തിലെ തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം വൈകിയെന്നത് വസ്തുതയാണ്. ഡിസംബർ 28 വരെ സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കാൻ നടപടി സ്വീകരിച്ചതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മന്ത്രി GR അനിലിന്റെ വാദങ്ങൾ തള്ളി പ്രതിപക്ഷം. പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുകയാണ്. കോട്ടയം പാടശേഖരത്തിൽ 2 ആഴ്ചയാണ് നെല്ല് സംഭരിക്കാതെ കെട്ടിക്കിടന്നത്. എറണാകുളത്തെ നെല്ല് സംഭരിക്കാൻ പാലക്കാട്ടെ മില്ലിനാണ് അലോട്ട്മെന്റ്. ഇതേപ്പറ്റി അന്വേഷണം വേണം. നെല്ലിന്റെ സംഭരണ വിലയിലെ സംസ്ഥാന വിഹിതം കുറച്ചു. സംസ്ഥാന വിഹിതം കുറച്ചില്ലായിരുന്നെങ്കിൽ കർഷകർക്ക് കിലോഗ്രാമിന് 30 രൂപ കിട്ടിയേനെ. നെല്ല് സംഭരണത്തിലെ പാളിച്ച ഇപ്പോഴും നിലനിൽക്കുന്നതായും മുൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. മില്ലുകാരുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഈർപ്പത്തിന്റെ പേരിലുള്ള കിഴിവിന് കർഷകരെ നിർബന്ധിക്കുകയാണ്. ഇതുവരെ കിഴിവില്ലാത്ത പ്രദേശത്ത് പുതിയ കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. കർഷകരിൽ നിന്ന് കൈയിട്ട് വാരുന്ന പണം വീതം വെക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതുകൊണ്ടാണ് കേന്ദ്രം സംഭരണ വില നൽകാത്തത്. MP-മാർക്ക് കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരവാണിത്. 2018-19 ഓഡിറ്റ് റിപ്പോർട്ട് വരെ സപ്ലൈകോ നൽകിയിട്ടുള്ളൂ എന്നും സതീശൻ കുറ്റപ്പെടുത്തി. പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ CPM-ന് ഒളിയമ്പുമായി CPI. കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ. പോലീസിനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അധികാരമുണ്ട്. ജില്ലയിൽ എവിടെ കയ്യേറ്റമുണ്ടെങ്കിലും ഒഴിപ്പിക്കണമെന്നും അത്തരം ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നും കയ്യേറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നും തന്നെയാണ് CPI നിലപാട്. CPI കുടിയേറ്റക്കാർക്കൊപ്പവും കയ്യേറ്റക്കാർക്കെതിരെയുമാണെന്നും സലീംകുമാർ പറഞ്ഞു. കയ്യേറ്റത്തിന് റവന്യൂ വകുപ്പ് കൂട്ടുനിൽക്കുന്നതായി കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിമർശിച്ചിരുന്നു. മദ്രസ പഠനം നടത്തിയവരാണ് ലഹരി കേസുകളിൽ പെടുന്നവരിൽ ഭൂരിഭാഗവുമെന്ന നിലപാടിൽ ഉറച്ച് KT ജലീൽ. സംഖ്യകളും കൃസംഖ്യകളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? മലബാറിൽ അടുത്തിടെ പിടിക്കപ്പെട്ട 60% ലഹരി കേസുകളിലും പ്രതികൾ മുസ്ലിം കുട്ടികളാണ്. എല്ലാവർക്കും മാതൃകയാകേണ്ട നിലയിൽ മാറാൻ മുസ്ലിം സമുദായത്തിന് കഴിയണമെന്നും FB പോസ്റ്റിലൂടെ ജലീൽ വ്യക്തമാക്കി. യുവാക്കളിൽ ആക്രമണം വർദ്ധിച്ചു വരുന്നതിന് ലഹരിയുടെ ഉപയോഗം ഒരു കാരണമാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ലഹരി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. തടയാൻ ശക്തമായ നടപടികൾ വേണം. എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒരേ മനസ്സോടെ നീങ്ങേണ്ട ഘട്ടമാണെന്ന് മുഖ്യമന്ത്രി. ലഹരി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഫലപ്രദമായ ബോധവൽക്കരണം നടത്തണം. സർക്കാർ ലഹരിക്കെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. ഇതിനുദാഹരണമാണ് വിമുക്തി കേന്ദ്രം. ലഹരിക്കെതിരെ നിലപാടുള്ള പാർട്ടിയാണ് CPM എന്നും TP രാമകൃഷ്ണൻ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ
ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2841 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 273 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 284 പേര് അറസ്റ്റിലായി. ഈ കേസുകളിൽ മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് ബീഡി എന്നിവ പിടിച്ചെടുത്തു. കാസർഗോഡ് തൃക്കരിപ്പൂർ കഞ്ചാവ് വിൽപ്പനക്കാരൻ പിടിയിൽ. തൃക്കരിപ്പൂർ താമസിച്ച കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ബീഹാർ സ്വദേശിയാണ് ചന്ദേര പോലീസിന്റെ പിടിയിലായത്. തൃക്കരിപ്പൂർ ഈസ്റ്റ് മെട്ടമ്മലിൽ താമസിക്കുന്ന സലീം അൻസാരിയെയാണ് അറസ്റ്റിലായത്. 17 ചെറിയ കവറുകളിലായി വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ കഞ്ചാവ് പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട. കല്ലമ്പലം സ്വദേശി 72 വയസ്സുകാരനായ വിജയമോഹനൻ നർക്കോട്ടിക് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായി. പ്രതിയുടെ പക്കൽ നിന്ന് 1 കിലോ 80 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. പ്രതി കോളനികൾ കേന്ദ്രീകരിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് വിൽപ്പന നടത്തി വന്നിരുന്നത്. ഇതിനു മുമ്പും സമാനമായ കേസിൽ നിരവധി തവണ എക്സൈസ് ഇയാളെ പിടികൂടിയിരുന്നു. എറണാകുളത്ത് 2 ഇടങ്ങളിൽ പോലീസ് പരിശോധനയിൽ രാസലഹരി പിടികൂടി. എറണാകുളം മൂലങ്കുഴി ലോറേറ്റ് സ്കൂളിന് സമീപത്തുള്ള വീട്ടിൽ നിന്നും MDMA പിടികൂടി. 13.5 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട അരുൺകുമാർ എന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കലൂർ SRM റോഡിൽ നർക്കോട്ടിക് സെൽ SP അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 10.45 ഗ്രാം MDMA പിടികൂടി. കലൂർ മണപ്പാട്ടിപ്പറമ്പിൽ താമസിക്കുന്ന മുഹമ്മദ് സനൂബ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റാഗിംഗ് ആക്ട് ശക്തിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് N ഷംസുദ്ദീൻ MLA നിയമസഭയിൽ. കോട്ടയത്ത് റാഗിംഗ് നടന്ന ദിവസം പൂക്കോട് വെറ്റിനറി കോളേജിലെ റാഗിംഗിന്റെ 1ാം വർഷമായിരുന്നു. സിദ്ധാർത്ഥൻ മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും ഒരു അനുസ്മരണം പോലും കോളേജിൽ ഉണ്ടായില്ല. ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും N ഷംസുദ്ദീൻ. ഗാസ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് RSS എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുസ്ലിം വിരുദ്ധതയാണ് അതിന്റെ മുഖമുദ്ര. RSSന്റെ നിലപാട് തന്നെയാണ് കാസ കൈകാര്യം ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിലാണ് കാസ പ്രവർത്തിക്കുന്നതെങ്കിലും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് RSS ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളാണ്. ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം വിരുദ്ധതയ്ക്ക് വേണ്ടിയാണ് അതിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ കോട്ടയത്ത് പറഞ്ഞു. ആലപ്പുഴയിലെ നിർമ്മാണം വൈകുന്ന പാലങ്ങളുടെ പുരോഗതി വിലയിരുത്തി മുൻ മന്ത്രി G സുധാകരൻ. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് സുധാകരന്റെ സന്ദർശനം. 2ാം പിണറായി സർക്കാർ തുടരുന്നത് തന്റെ കാലത്തെ വികസനമാണ് എന്ന വാദങ്ങളാണ് സുധാകരൻ ഉയർത്തുന്നത്. കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട പാലങ്ങളും സന്ദർശിക്കാനാണ് നീക്കം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ EDക്ക് മുമ്പിൽ ഹാജരാകാതെ K രാധാകൃഷ്ണൻ MP. അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാലാണ് സാവകാശം തേടിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED കഴിഞ്ഞ ദിവസം വീണ്ടും രാധാകൃഷ്ണന് സമൻസ് നൽകിയിരുന്നു. വൈകിട്ട് EDയുടെ ഡൽഹി ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇതിനു മുമ്പും സമൻസ് നൽകിയിരുന്നെങ്കിലും രാധാകൃഷ്ണൻ എത്തിയിരുന്നില്ല. കോട്ടയത്ത് പോലീസുകാരനെ കുത്തിയ പ്രതി അരുൺ ബാബുവുമായി തെളിവെടുപ്പ് നടത്തി. പ്രതി മോഷണം നടത്തിയ മള്ളുശ്ശേരിയിലെ സോമയുടെ വീട്ടിൽ ആണ് തെളിവെടുത്തത്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ CPO സുനു ഗോപിക്കാണ് കുത്തേറ്റത്. മോഷണ കേസിൽ പിടികൂടാനെത്തിയപ്പോഴാണ് ഇയാൾ കയ്യിലിരുന്ന കത്തി വീശി പോലീസിനെ ആക്രമിച്ചത്. സുനു ഗോപിയുടെ ചെവിക്ക് പിന്നിലും താടിക്കുമാണ് മുറിവേറ്റത്. മലപ്പുറം നടുവട്ടത്ത് ഭർത്താവ് ഫോണിലൂടെ തലാക്ക് ചൊല്ലിയെന്ന് 21-കാരിയുടെ പരാതി. സ്വന്തം കുഞ്ഞിനെയും ഭർത്താവ് തള്ളിപ്പറഞ്ഞതായും യുവതി പറയുന്നു. നടുവട്ടം സ്വദേശിനിയുടെ പരാതിയിൽ എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. കോട്ടയത്ത് പോലീസുകാരനെ കുത്തിയ പ്രതി അരുൺ ബാബുവുമായി തെളിവെടുപ്പ്. SH മൗണ്ടിലും മോഷണം നടത്തിയ മള്ളുശ്ശേരിയിലെ വീട്ടിലുമാണ് തെളിവെടുപ്പ്. ഗാന്ധിനഗർ SHO T ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായി എത്തിയത്. വിഴിഞ്ഞം പെരുമാതുറ അഞ്ചുതെങ്ങ് തീരദേശപാത മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചു. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ മുതലപ്പുഴയിലാണ് മത്സ്യത്തൊഴിലാളികൾ തീരദേശപാത ഉപരോധിച്ചത്. തൊഴിലാളികൾ പണിമുടക്കിയതോടെ ഹാർബർ പ്രവർത്തനവും സ്തംഭിച്ചു. അഴിമുഖത്ത് അപകടകരമാം വിധം രൂപപ്പെട്ട മണൽത്തിട്ട നീക്കം ചെയ്യുക, ഹാർബർ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചായിരുന്നു റോഡ് ഉപരോധം. മലപ്പുറം
ജില്ലയിലെ മലയോര മേഖലകളായ നിലമ്പൂർ, വണ്ടൂർ, വാണിയമ്പലം എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റും മഴയും. കാറ്റിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. നിലമ്പൂർ വല്ലപ്പുഴയിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിലമ്പൂരിൽ നിർമ്മാണത്തിലിരുന്ന മതിലിടിഞ്ഞു വീണു. ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനുകൾ തകരാറിലായതിനാൽ പലയിടങ്ങളിലും വൈദ്യുതിയും തടസ്സപ്പെട്ടു. വാണിയമ്പലത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്കുള്ളിൽ മരക്കൊമ്പ് വീണു. ക്രിക്കറ്റ് സീസണിൽ അൺലിമിറ്റഡ് ഓഫറുകൾ പ്രഖ്യാപിച്ച് റിലയൻസ് ജിയോ. നിലവിലെ ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കുമാണ് എക്സ്ക്ലൂസീവ് ഓഫറുകൾ. 90 ദിവസത്തെ സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ ടിവിയിലും മൊബൈലിലും 4K ക്വാളിറ്റിയിൽ ഇനി ആസ്വദിക്കാം. ഈ സീസണിലെ എല്ലാ മത്സരങ്ങളും തികച്ചും സൗജന്യമായും കാണാം. ജിയോ സിമ്മും 299 രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള പ്ലാനുമുണ്ടെങ്കിൽ മുമ്പെങ്ങും അനുഭവിക്കാത്ത തരത്തിൽ ഉപഭോക്താക്കൾക്ക് ഈ ക്രിക്കറ്റ് സീസൺ ആസ്വദിക്കാം. 600 കോടിയിലധികം അപഹരിച്ച നിർമ്മൽ കൃഷ്ണ സാമ്പത്തിക തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കും. ബഡ്സ് ആക്ട് 2019 പ്രകാരം നിർമ്മൽ കൃഷ്ണ നിക്ഷേപക സംരക്ഷണ സമിതി നൽകിയ പരാതിയിലാണ് ഉത്തരവ്. 15,000-ലേറെ പേരാണ് തട്ടിപ്പിനിരയായത്. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരവാദികളാണ് ആക്രമണത്തിന് പിന്നിൽ. 3 ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നതായി വ്യക്തമായിട്ടുണ്ട്. ഭീകരവാദികൾക്കായി സുരക്ഷാ സേനയും തെരച്ചിൽ തുടരുകയാണ്. ഉത്തരാഖണ്ഡിൽ ധനകാര്യമന്ത്രി രാജിവെച്ചു. ഒരു വിഭാഗം ആളുകളെ അപമാനിച്ചെന്ന ആരോപണത്തിലാണ് BJP നേതാവ് പ്രേംചന്ദ് അഗർവാളിന്റെ രാജി. മലകളിൽ താമസിക്കുന്നവർ എന്ന അർത്ഥം വരുന്ന പഹാഡി വിഭാഗത്തെക്കുറിച്ച് പാർലമെന്റിൽ പറഞ്ഞതാണ് പുലിവാലായത്. സംസ്ഥാനം പഹാഡികളുടെ മാത്രം സ്വത്തല്ലെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരത്തിന് വൻ സുരക്ഷ. ശവകുടീരം തകർക്കുമെന്ന് ചില ഹിന്ദു തീവ്രവാദി ഗ്രൂപ്പുകൾ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് നടപടി. മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിലെ ശവകുടീരത്തിലേക്ക് സന്ദർശകരെ കടത്തിവിടുന്നത് കുറച്ചു ദിവസമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഔറംഗസേബിന്റെ ശവകുടീരത്തിനടുത്ത മേഖലയിൽ വാഹന ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്. കോളേജ് ക്യാമ്പസിൽ നിസ്കരിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വിദ്യാർത്ഥി അറസ്റ്റിൽ. മധ്യപ്രദേശിലെ ലക്നൌവിൽ IIMT സർവകലാശാലയിലാണ് സംഭവം. അറസ്റ്റിലായ ഖാലിദ് പ്രധാനും 50ഓളം വിദ്യാർത്ഥികളും ക്യാമ്പസിൽ നിസ്കരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ചില ഹിന്ദു സംഘടനകൾ പ്രതിഷേധം തുടങ്ങുകയായിരുന്നു. അനുവാദമില്ലാതെ ക്യാമ്പസ് മതാചാരങ്ങൾക്ക് ഉപയോഗിച്ചതിന് ഇയാളെയും 3 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നേരത്തെ സർവകലാശാല സസ്പെൻഡ് ചെയ്തിരുന്നതായും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ബീച്ചിൽ ഒരാഴ്ച മുമ്പ് കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥി സുദീക്ഷ കൊണങ്കിയുടേതെന്ന് കരുതുന്ന വസ്ത്രം കടൽ തീരത്ത് നിന്ന് കണ്ടെത്തി. അവസാനം ലഭിച്ച സുദീക്ഷയുടെ CCTV ദൃശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വസ്ത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 5 സ്ത്രീകളും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തോടൊപ്പമായിരുന്നു സുദീക്ഷ എത്തിയത്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരുമെന്ന് മോദി പറഞ്ഞു. ഭാവിയിലും ആ ബന്ധം വളരും. അതിർത്തി രാജ്യങ്ങളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ശ്രമം. ഷീ ജിൻപിങ്ങുമായുള്ള തന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിർത്തി ശാന്തമായി. 2020 മുൻപത്തെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മടങ്ങുകയാണെന്നും മോദി പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപ് ധൈര്യശാലിയാണെന്നും മോദി പറഞ്ഞു. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാനുമായി നടത്തിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് മോദിയുടെ പ്രതികരണം. ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണ്. ഞാൻ വളരെ കർക്കശക്കാരനാണെന്ന് ട്രംപിന്റെ പ്രസ്താവനയെപ്പറ്റി പ്രതികരിക്കില്ല. കാരണം ഞാൻ എൻ്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ചർച്ചകളിൽ ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഞാൻ മുൻഗണന നൽകുന്നത് പോലെ ട്രംപ് അമേരിക്കൻ താല്പര്യങ്ങളാണ് പരിഗണിക്കുന്നതെന്നും മോദി പറഞ്ഞു. 2ാം ടേമിൽ ട്രംപിന് വ്യക്തമായ പദ്ധതികളുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനെ മോദി രൂക്ഷമായി വിമർശിച്ചു. ലോകത്ത് എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും അതിന്റെ വേര് നീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. സമാധാനത്തിലൂടെ ഉള്ള എല്ലാ ശ്രമങ്ങൾക്കും അവർ തുരങ്കം വെക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി. RSSനെ പോലൊരു സംഘടന ലോകത്ത് മറ്റെവിടെയും കാണില്ലെന്ന് പ്രധാനമന്ത്രി. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് RSS വഴികാട്ടുന്നു. RSSനെ മനസ്സിലാക്കുക എളുപ്പമല്ല. ലക്ഷക്കണക്കിന് പേർ RSSലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. വേദത്തിൽ പറയുന്നതും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുമാണ് RSS പറയുന്നതെന്നും മോദി ചൂണ്ടിക്കാട്ടി. RSSന്റെ വിവിധ പോഷക സംഘടനകളെയും പദ്ധതികളെയും മോദി പുകഴ്ത്തി.
2014 താൻ അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ ബാധിച്ചിരുന്ന ദുഷ്പ്രവണതകളുടെ വേരറക്കാൻ കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ മുൻപ് അനർഹർക്കായിരുന്നു കിട്ടിയിരുന്നത്. കല്യാണം കഴിക്കാത്തവർ വിധവാ പെൻഷൻ വാങ്ങുന്നുണ്ടായിരുന്നു. ഒരു വൈകല്യവുമില്ലാത്തവർ വികലാംഗ പെൻഷൻ വാങ്ങിയിരുന്നു. അങ്ങനെയുള്ള തെറ്റായ കീഴ്വഴക്കങ്ങളെല്ലാം ശുദ്ധീകരണം നടത്തി അർഹരായവർക്ക് നേരിട്ട് സഹായം എത്തിച്ചു കൊടുക്കുകയാണ്. തെറ്റായ കൈകളിൽ എത്തിയിരുന്ന 30 ലക്ഷം കോടി രൂപ അർഹരായവർക്ക് നൽകാൻ കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി. ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും നേരത്തെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തും. നാളെ ഇന്ത്യൻ സമയം പകൽ 10:35 മടക്കയാത്ര ആരംഭിക്കും. ബുധനാഴ്ച ഇന്ത്യൻ സമയം 3:27 ഭൂമിയിൽ തിരിച്ചെത്തും. ഏറ്റവും അധികം സമയം ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്നതടക്കമുള്ള നിരവധി റെക്കോർഡുകളോടെയാണ് സുനിത വില്യംസ് മടങ്ങിയെത്തുന്നത്. പോത്തങ്കോട് ശാന്തിഗിരിക്ക് റമദാൻ സ്നേഹ സമ്മാനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ആശ്രമത്തിലെ അന്നദാനത്തിനായി യൂസഫ് അലി 25 ലക്ഷം രൂപ കൈമാറി. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസത്തെ അന്നദാനത്തിനായി MA യൂസഫ് അലി കൈമാറിയ തുക ചിലവഴിക്കുമെന്ന് ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പറഞ്ഞു. ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെത്തിയാണ് തുക കൈമാറിയത്. പാകിസ്ഥാനിൽ സൈനികരെ ലക്ഷ്യമിട്ട് നടത്തിയ ചാവേർ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാനിലെ നുഷ്കിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് BLA പുറത്തുവിട്ടത്. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. കെറ്റ്വയിൽ ടഫ്താനിയിലേക്ക് പോവുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയത്. കത്തിക്കരിഞ്ഞ നിലയിലുള്ള സൈനിക വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. സെർബിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയാണ് പ്രതിഷേധം. തലസ്ഥാനമായ ബെൽഗ്രേഡിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷോഭത്തിനെത്തിയത് കുട്ടികളടക്കം 10,000. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 65,680 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. 8,210 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ആപ്പിൾ ഫോണുകളിൽ മാത്രമുള്ള ബ്ലൂ മെസ്സേജിംഗ് സംവിധാനം ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഫോണുകളിലും വന്നേക്കും. ഗൂഗിളുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. മൊബൈൽ മെസ്സേജിംഗ് രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ നീക്കമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ SMS-കളാണ് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വാട്സാപ്പ് ചാറ്റാണ് 2ാം സ്ഥാനത്ത്. രാജ്യത്ത് പലിശ നിരക്കുകൾ വീണ്ടും കുറച്ചേക്കും. നിരക്കുകളിൽ റിസർവ് ബാങ്ക് അടുത്ത മാസം 25 ബേസിസ് പോയിന്റുകൾ കുറയ്ക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. നിലവിൽ വിലക്കയറ്റം 4% താഴെയാണ്. കാർഷിക മേഖലയുടെ മികച്ച പ്രകടനം വിലക്കയറ്റം കൂടുതൽ താഴ്ത്തുമെന്ന പ്രതീക്ഷയിലാണ് റിസർവ് ബാങ്കിന്റെ ഈ നടപടി. സാമ്പത്തിക മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് ഇക്കണോമിക് ടൈംസ് ആണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. സമാനമായ നടപടി അടുത്ത ജൂണിലും ഉണ്ടാകുമെന്നും പത്രം പറയുന്നു. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വൻ തീരുവ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പായതോടെ ചരക്കുകളുടെ കയറ്റുമതി വേഗത്തിലാക്കി വ്യാപാരികൾ. അടുത്ത മാസം 2-ാം തീയതിയാണ് പുതിയ തീരുവ നിരക്കുകൾ നിലവിൽ വരിക. അതിനു മുമ്പ് ചരക്കുകൾ അമേരിക്കയിൽ എത്തിക്കാൻ പരക്കം പായുകയാണ് വിവിധ മേഖലയിലെ സ്ഥാപനങ്ങൾ. പരമാവധി ഉൽപ്പന്നങ്ങൾ വിമാനമാർഗം അയക്കാനാണ് ശ്രമം. ഇലക്ട്രോണിക്സ്, വജ്രം, ആഭരണം, വസ്ത്രം, ചെരുപ്പുകൾ എന്നിവയ്ക്കാണ് ഉയർന്ന തീരുവ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ എത്ര തീരുവയാണോ ഈടാക്കിയിരുന്നത് അത്രയും തന്നെ തീരുവ തിരിച്ചീടാക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഇൻഡസ് ബാങ്കിന്റെ നടപടികളിൽ സംശയം പ്രകടിപ്പിച്ച് റേറ്റിംഗ് ഏജൻസികളും അക്കൗണ്ടുകളിൽ പാകപ്പിഴയുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഇൻഡസ് ബാങ്ക് തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇതുവഴി 1,600 കോടി രൂപയുടെ നഷ്ടമാണ് ബാങ്ക് കണക്കാക്കുന്നത്. ബാങ്കിന്റെ നടത്തിപ്പിൽ തന്നെ റേറ്റിംഗ് ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചതാണ് വിവരം. സമാനമായ സ്ഥിതി മറ്റ് ബാങ്കുകളിലുമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് റിസർവ് ബാങ്ക്. കല്യാൺ സിൽക്സ് കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിൽ നടത്തിവരുന്ന ബ്രൈഡൽ സാരി ഫാഷൻ ഷോ സീരീസിന്റെ കൊച്ചി എഡിഷൻ കല്യാൺ സിൽക്സിന്റെ കൊച്ചി ഷോറൂമിൽ നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ഡ്രേപ്പ് സാരിയായ രാജ് ഖരാനയുടെ ലോഗോ TJ വിനോദ് MLA പ്രകാശനം ചെയ്തു. ചടങ്ങിൽ എറണാകുളം ACP ജയകുമാർ, കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 3 റൗണ്ടുകളിലായി നടന്ന ഫാഷൻ ഷോയിൽ ആദ്യത്തെ റൗണ്ടിൽ രാജ് ഖരാന സാരികളും 2-ാം റൗണ്ടിൽ ലെഹങ്കയും 3-ാം റൗണ്ടിൽ ഡിസൈനർ സാരികളുമാണ് പ്രദർശിപ്പിച്ചത്. എമ്പുരാന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കി സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ. GCC, അമേരിക്കൻ എന്നിവിടങ്ങൾ ഒഴികെയുള്ള ഓവർസീസ് റൈറ്റ്സ് ആണ് സൈബർ സിസ്റ്റംസ് സ്വന്തമാക്കിയത്. മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഓരോ രാജ്യത്തെയും സമയമനുസരിച്ച് റിലീസുകളിൽ മാറ്റമുണ്ടാകും. ഇന്ത്യയിൽ ആദ്യ ഷോ മാർച്ച് 27 പുലർച്ചെ 6 മണിക്കാണ്.
അജിത് കുമാർ നായകനാകുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ടീസർ മേക്കിംഗ് വീഡിയോ പുറത്ത്. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ തരംഗമായിരുന്നു. അതിന് പിന്നാലെയാണ് മേക്കിംഗ് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ചിത്രം ഏപ്രിൽ 10 റിലീസിനെത്തും. ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ച് ദിലീപ് നായകനാകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ ഹാർട്ട് ബീറ്റ് ഗാനം. ട്രെൻഡിംഗ് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്താണ് ഗാനം ഇടം പിടിച്ചിരിക്കുന്നത്. അഫ്സൽ ആലപിച്ചിരിക്കുന്ന ഗാനം സനൽ ദേവാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന ലൗലി എന്ന ചിത്രത്തിലെ ക്രേസിനെസ് എന്ന വീഡിയോ ഗാനം പുറത്ത്. വിഷ്ണു വിജയ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഗാനത്തിൽ KS ഹരിശങ്കറും വിഷ്ണു വിജയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 4 റിലീസിനെത്തുന്ന ചിത്രം 3Dയിലാണ് പുറത്തിറങ്ങുന്നത്. പൂർണ്ണമാകുന്നു. നമസ്കാരം.